നമസ്തേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത്ര ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഇത്രയധികം യാചിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ദൈവം എന്തുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നു എന്നുള്ളത്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനാണെങ്കിലും അവൻ നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ മൗനമായിട്ടിരുന്നുകൊണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പ്രപഞ്ചത്തിലൂടെ ഊർജ്ജത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളെ തെറ്റായ വഴികളിൽ നിന്ന് തടയുമെന്നുള്ളതാണ്. പിന്നീട് അനുഗ്രഹമായി മാറുന്നതായിട്ടുള്ള ചില നിരാശകൾ. നമ്മൾ ഏതെങ്കിലും ഒരു കരിയറിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയായിരിക്കും. അപ്പം അതിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കൃത്യമായിട്ട് നമ്മുടെ കർമ്മവുമായിട്ട് അലൈൻ ചെയ്യുന്ന കാര്യം ആയിരിക്കണമെന്നില്ല. നമ്മുടെ വിഷസ് എന്ന് പറയുന്നത്, നമ്മുടെ ഡിസയർ എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പാഷനേറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള നമ്മുടെ സോൾ പർപ്പസ് ആയിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നത് മൗനമായിട്ട് ഈ സൃഷ്ടാവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ചില ആളുകളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ചിലപ്പോൾ ഒരിക്കലും അകലില്ല, ചതിക്കില്ല, എന്നും എൻ്റെ ജീവിതത്തിൽ വേണം, മരണം വരെ എൻ്റെ ഒപ്പം വേണമെന്ന് നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തികളെ ആയിരിക്കും സൃഷ്ടാവ് വളരെ സൈലൻ്റായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നത്. കാരണം ആ ബന്ധത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചതിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന വേദനയേക്കാൾ വലുതായിട്ടുള്ള ദുരന്തം നമുക്കുണ്ടാകും എന്നുള്ളത്, ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് മനസ്സിലാവും. ഇത് വളരെ സൈലൻ്റായിട്ട് സൃഷ്ടാവ് ചെയ്യുന്നൊരു കാര്യമാണ്. ബന്ധങ്ങൾ തകരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിനെ ശപിക്കുമെന്നുള്ളതാണ്, ദൈവത്തിനോട് പരാതി പറയുമെന്നുള്ളതാണ്, ദൈവത്തിൻ്റെ അടുത്ത് ദുഃഖം പറയുമെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് സൈലൻ്റായിട്ടുള്ള പ്രൊട്ടക്ഷൻ തന്നെയാണ്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എത്ര മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമായിരുന്നു എന്നുള്ളത് അവരുമായിട്ട് ബന്ധമുള്ള സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ പിന്നീട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സമയത്ത് എത്ര മനോഹരമായിട്ടാണ് പ്രപഞ്ചം എന്നെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. എളുപ്പമുള്ള ജീവിതം ശക്തരായിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം പ്രതിസന്ധികളിലൂടെ പലപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ കരയും, ഒരുപാട് വിഷമിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും. നമ്മുടെ സ്വഭാവത്തിന് വേണ്ടതായിട്ടുള്ള ശക്തികൾ, നമ്മുടെ വ്യക്തിത്വത്തിൽ വേണ്ടതായിട്ടുള്ള ശക്തികൾ, നമ്മുടെ മനസ്സിന് വേണ്ടതായിട്ടുള്ള ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ ആത്മാവിൻ്റെ തിരിച്ചറിവുകൾ, ഇതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള അവസരങ്ങളാണ്. പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലുകളിൽ നോക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരിക്കലും തുറക്കാത്ത ചില വാതിലുകൾ അടഞ്ഞു പോകുന്നത് പുതിയതായിട്ടുള്ള വഴിയിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുകയാണ്, അടഞ്ഞ വാതിലുകൾക്കപ്പുറം തുറന്ന വഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് പുതിയ അവസരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു വഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയാണ്. വേദന പലപ്പോഴും ആത്മാവിൻ്റെ പരിശീലനമാണ്. ഈ വേദനയിലൂടെ നമ്മുടെ ഹൃദയത്തിനെ ദൈവം ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നിരാശപ്പെടുന്നതിനപ്പുറത്തേക്ക് പ്രപഞ്ചത്തിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചം അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ കൂടുതൽ ഉയർത്തുമെന്നുള്ളതാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താഴേക്ക് പോയാലും അത് മുകളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്, കൂടുതൽ ഉയരങ്ങളിലേക്ക്. പലപ്പോഴും പ്രപഞ്ചം കാലതാമസം വെക്കുന്നത്, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ സമയത്ത് ശരിയായത് ഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിവൈൻ ടൈമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷെ ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിരാശരാകും. പക്ഷേ ഞാൻ പറയുകയാണ്, ഇന്നത് തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ 10 മടങ്ങായിട്ട് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ളതാണ്. അത് കർമ്മത്തിൻ്റെ ഒരു നിയമം തന്നെയാണ്. ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ രീതിയിൽ പ്രപഞ്ചം നമ്മുടെ അവബോധത്തിനെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥകൾ, റിയാലിറ്റിയുമായിട്ട് നമ്മളെ കൂടുതൽ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും ഉപരിപ്ലവമായതിൽ കണ്ട് മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് കടലിൻ്റെ മുകളിൽ കാണുന്നതല്ല അതിൻ്റെ അടിത്തട്ടിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം മൗനമായിട്ടിരിക്കുന്നുവെന്ന് പലരും കരുതുന്ന സമയത്ത് പോലും അവൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വിത്ത് മണ്ണിനടിയിൽ വളരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും കേൾക്കാറില്ല. സോ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചമാകുന്ന മണ്ണിൽ നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് യുണീക്ക്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടരുവാൻ വേണ്ടി തന്നെ സന്ദേശം നിർത്തുകയാണ്. നമസ്തേ.